എല്ലാവർക്കും നമസ്കാരം. വാർത്താവിശേഷങ്ങളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. എല്ലാവർക്കും തിരുവോണ ആശംസകൾ നേരുകയാണ്. എന്നെ ഏറ്റവും അധികം ഇന്ന് ആകർഷിച്ച ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റാണ്. നിറഞ്ഞ ഓണാശംസകൾ, സ്നേഹത്തിന്റെ, സമൃദ്ധിയുടെ, ഐശ്വര്യത്തിന്റെ എല്ലാ പ്രയാസങ്ങളെയും ഒരുമിച്ച് അതിജീവിക്കാൻ കഴിയാവുന്ന മനോഹരമായിട്ടുള്ള ഒരു ഓണം, അതിന്റെ എല്ലാ സ്നേഹാശംസകളും നേരുകയാണ്. ഒരുപാട് ആൾക്കാർ കൂടെ ഉണ്ട്. പ്രിയപ്പെട്ട റസാഖ് മാഷ് ഇവിടെ ഉണ്ട്. നമ്മുടെ DCC പ്രസിഡന്റ് കൊയിലാണ്ടിയുടെ പ്രിയപ്പെട്ട MLA പ്രവീൺ കുമാർ, അദ്ദേഹത്തിന്റെ വീടിനോട് ചേർന്ന നടുവത്തൂരിലെ ക്ഷേത്രകുളത്തിന്റെ പരിസരത്താണ് ഞങ്ങളിപ്പോ എല്ലാവരും ഉള്ളത്. പ്രിയപ്പെട്ട പാറക്കല് ഇപ്പം വലിയ സന്തോഷത്തിലാണ്. ഇനിയിപ്പോ 2.5 കൊല്ലം കഴിഞ്ഞിട്ട് വേണം ഞങ്ങളുടെ കാര്യമൊക്കെ നോക്കാൻ. സൂരജ് ഉണ്ട്, നമ്മുടെ അഭിജിത്ത് ഇവിടെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. ഞങ്ങളുടെ ഹോസ്റ്റ് ചെയ്യുന്ന ആളിതാണ്. ഉച്ചക്കാവുമ്പോ സദ്യ തരേണ്ടി വരുന്ന വിചാരിച്ചിട്ട് രാവിലെ തന്നെ വിളിച്ചിട്ട് 2 ഇഡ്ഡലിയും തന്നിട്ട് പറഞ്ഞേക്കുള്ള പരിപാടിയാണ്. സൗത്തിന്റെ സ്വന്തം MLA ഇവിടെ ഉണ്ട്. പേരാമ്പ്രയുടെ ഒറ്റ പേര്. അതെ, എന്നാ പിന്നെ അത് വീഡിയോ എടുക്കണ്ടില്ലേ? രമേശയുണ്ട്. അപ്പം എല്ലാവരുടെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരെയാണ്. നൂറ്റാണ്ടുകളിലെ പഴക്കമുള്ളൊരു കുളമാണ്. അതിന്റെ പരിസരത്താണ് ഞങ്ങൾ നിൽക്കുന്നത്. പക്ഷെ ഞാൻ എല്ലാ വിഷുവിനും ഓണത്തിനൊക്കെ കൂടെ വരാറുണ്ട്. നിങ്ങൾ കണ്ടുള്ളത്. അങ്ങനെ നമ്മുടെ ഷാഫി പറമ്പിലിന്റെ നേതൃത്വത്തില് കോഴിക്കോട് ജില്ലയിലെ നമ്മുടെ KK രമയുണ്ട്, ഫാത്തിമ തെഹലിയുണ്ട്, പ്രവീൺ കുമാറുണ്ട്. അങ്ങനെ കോഴിക്കോട്ടെ ജനപ്രതിനിധികൾ, MLA മാർ, കോഴിക്കോട്ടെ MLA മാർ ഒരുമിച്ച് അവര് എന്തൊരു നിറഞ്ഞ ആഹ്ലാദത്തിലാണ് ഓണ ആശംസകൾ നേരുന്നത് അല്ലെ. ആ കൂട്ടായ്മയുടെ പ്രതീക്ഷയുടെ ഒക്കെ ആ ഒരു തിരുവോണ ആശംസകൾ ഷാഫി പറമ്പിൽ നേരുമ്പോൾ യഥാർത്ഥത്തിൽ VD സതീശൻ സർക്കാരിന്റെ 100 ദിവസം, അതായത് ഇന്നലെയാണ് 100 ദിവസം പിന്നിടുന്നത്. 100 ദിവസം പിന്നിടുമ്പോൾ ഈ സർക്കാർ ജനങ്ങൾക്ക് വേണ്ടി ചെയ്ത ഒരുപാട് ക്ഷേമ പ്രവർത്തനങ്ങൾ, അതിന്റെയൊക്കെ ഒരു നിറ വെളിച്ചത്തിലാണ് നമ്മൾ ഈ തിരുവോണം ആഘോഷിക്കുന്നത്. സാധാരണ നമുക്കറിയാം, കഴിഞ്ഞ പിണറായി സർക്കാരിന്റെ കാലത്ത് മാവേലി സ്റ്റോറുകളിൽ, സിവിൽ സപ്ലൈസിലൊന്നും ഒരു സാധനവും ഇല്ലാതെ ഇല്ല എന്ന് ബോർഡിൽ രേഖപ്പെടുത്തിയതിന്റെ പേരിൽ അത് എഴുതിയ ജീവനക്കാരനെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത പിണറായി സർക്കാരായിരുന്നു. ഒരു സാധനവും മാവേലി സ്റ്റോറിൽ കിട്ടാനില്ലായിരുന്നു. ജനങ്ങൾ ആകെ അസംതൃപ്തരായിരുന്നു. പക്ഷേ ഇത്തവണ അങ്ങനെയല്ല. ഏറ്റവും റെക്കോർഡ് വിൽപ്പനയാണ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷനിൽ ഉണ്ടായത്. ജനങ്ങളാകെ ആഹ്ലാദ തിമിർപ്പിലാണ്. കർഷകർക്ക് അവരുടെ കുടിശ്ശിക കിട്ടുന്നു. എന്ന് പറഞ്ഞാൽ എല്ലാ അസംഘടിത തൊഴിലാളികൾക്കുൾപ്പെടെ ഓണം ആഘോഷിക്കാൻ കൈനിറയെ സമ്മാനങ്ങളുമായി, അല്ലെങ്കിൽ കൈനിറയെ അതിനാവശ്യമായ സജ്ജീകരണങ്ങളും സംവിധാനങ്ങളും ഒക്കെയായാണ് VD സതീശൻ സർക്കാർ ഇത്തവണ ഈ ഓണത്തെ പൊലിപ്പിച്ചെടുക്കുന്നത്. അപ്പോഴാണ് പതിവ് പോലെ കുത്തിത്തിരിപ്പുമായി ഇന്നത്തെ ദേശാഭിമാനിയുടെ തലക്കെട്ട് കണ്ടില്ലേ? കൂട്ടുത്തരവാദിത്തമില്ലാതെ സർക്കാർ. അവസാനം ഇവർ കണ്ടെത്തിയ VD സതീശൻ സർക്കാരിനെതിരെ ഇല്ലാത്ത കഥകള്, നുണക്കഥകൾ പറഞ്ഞു കഴിഞ്ഞ 100 ദിവസം പിന്നിട്ടിട്ട് നിങ്ങൾക്ക് അറിയാലോ, ഓരോരോ കാര്യങ്ങൾ ഒരു അടിസ്ഥാനവുമില്ലാത്ത. ഏറ്റവും അവസാനമായിരുന്നു VD സതീശനെതിരായ പോസ്റ്റുകളൊക്കെ മുക്കുന്നു. മെറ്റയോട് പറഞ്ഞിട്ട് മെറ്റ VD സതീശനെതിരായുള്ള പോസ്റ്റുകളൊക്കെ മുക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് എത്ര ദിവസമായിരുന്നു എന്നറിയോ? റിപ്പോർട്ടർ ചാനല്, കൈരളി, ദേശാഭിമാനി പത്രം, ന്യൂസ് മലയാളം ചാനൽ, ഇവരുടെ മൊത്തം ഈ പറയുന്ന ഒച്ചപ്പാടും ബഹളവും കൂക്കിവിളിയും ഒക്കെയായിരുന്നു. VD സതീശൻ ഇവിടെ മാധ്യമ അടിയന്തരാവസ്ഥയാണ് നടപ്പാക്കുന്നത്. അവസാനം മെറ്റ പറഞ്ഞു, ഇത് ഞങ്ങളെ തകരാറാണ്, ഞങ്ങളുടെ ഒരു ഈ AI അപ്ഡേഷനൊക്കെ ആയിട്ടുണ്ടായ ഞങ്ങളുടെ ഒരു തകരാറാണ്. ഞങ്ങള് ഈ വിട്ടുപോയത്, അല്ലെങ്കിൽ ഇത്തരം ഒഴിവാക്കപ്പെട്ടത് അതൊക്കെ ഞങ്ങൾ പുനഃസ്ഥാപിച്ചിരിക്കുന്നു. അതല്ലാതെ ആരുടെയും നിർദ്ദേശം ഞങ്ങൾക്ക് കിട്ടിയിരുന്നില്ല എന്ന് മെറ്റ തന്നെ പറഞ്ഞു. അപ്പം ഈ 100 ദിവസത്തിനകം പ്രതിപക്ഷമാകെ നാണം കെട്ട് കിടക്കുകയാണ്. എന്ന് പറഞ്ഞാൽ അവരുടെ ഭരണകാലത്ത് ഒരു ദിവസം പോലും ജനങ്ങൾ ഇത്രമാത്രം സന്തോഷിച്ചിട്ടില്ല. ഒരു ദിവസം ജനങ്ങൾ സന്തോഷിച്ചിട്ടു. കാരണം ഇവര് എന്താ പറയാ, മൂടോടെ ഒലിച്ചുപോയി എന്ന് കേട്ടപ്പോ, വെറും 35 സീറ്റിൽ ഒതുങ്ങിപ്പോയി എന്ന് കേട്ടപ്പോൾ ജനങ്ങളൊക്കെ സന്തോഷിച്ചിട്ടുണ്ടാവും. അപ്പോഴാണ് ഇപ്പൊ ദേശാഭിമാനിയുടെ പുതിയ കുത്തിത്തിരിപ്പാണ് തമ്മിലടിയുടെ 100-ാം ദിനം എന്നാ പറയുന്നത്. ദേശാഭിമാനി അവസാനം കണ്ടെത്തിയത് തമ്മിലടിക്കുകയാണ്. അതാ ഞാൻ തുടക്കത്തിൽ ഷാഫി പറമ്പിലും കോഴിക്കോട്ടെ MLA-മാരും ഉൾപ്പെടെയുള്ള ആ ഒരു സൗഹാർദ്ദത്തിന്റെ, സ്നേഹത്തിന്റെ, KK രമയുടെ ഒരു ഭാഗത്ത്, ഫാത്തിമ തെഹലിയുണ്ട്, പ്രവീൺ കുമാറുണ്ട്, പിന്നെ ഷാഫി പറമ്പിൽ, അങ്ങനെ ആ ഒരു എന്താ പറയാ, പാറക്കൽ അബ്ദുള്ളയുണ്ട്. അങ്ങനെ ലീഗിന്റെയും കോൺഗ്രസിന്റെയും ഒക്കെ MLA-മാരുടെ ആ ഒരുമ
ഇത് ജസ്റ്റ് ഇതിന്റെ ഒരു മിനിയേച്ചർ ഫോമാണ് കേട്ടോ. കേരളത്തിലെ UDF സർക്കാരിന്റെ കെട്ടുറപ്പ്. അപ്പോഴാണ് അന്തം കമ്മികൾ പറയുന്നത് തമ്മിലടിയുടെ 100-ാം ദിനം. ശരിക്ക് തമ്മിലടി എവിടെയാണ്? പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം CPIക്ക് കൊടുക്കില്ല, ചത്താലും കൊടുക്കില്ല. അതാണ് പിണറായി പറയുന്നത്. ഈ CPMന്റെ ഒരു ഗതികേട് ആലോചിച്ച് നോക്കണേ. ഈ കാരണഭൂതത്തിന്റെ മോന്ത കണ്ട് സഹികെട്ട് ഇയാളെ ഓടിപ്പിച്ചതാണ് ഇവിടുത്തെ വോട്ടർമാർ മുഴുവൻ. എന്നിട്ട് ഇയാളെ കെട്ടി പൊന്തിച്ച് കൊണ്ടുവരികയാണ്. എന്താക്കി? ഇയാളെ പ്രതിപക്ഷ നേതാവാക്കി. ഇപ്പൊ ഇയാൾ പറഞ്ഞത് എന്താ വെച്ചാൽ പ്രതിപക്ഷ നേതാവാണ് ഞാൻ തീരുമാനിക്കൊക്കെ. നേരത്തെ 10 വർഷം കേരളം ഭരിച്ചിട്ട് പാർട്ടിയെ മുഴുവനും ഉള്ളം കയ്യിലിട്ടിട്ട് അമ്മാനമാടിയ ആള് തോറ്റ് എന്താ പറയാ, മൂട് കീറി അവസാനം എങ്ങനെയെങ്കിലും പ്രതിപക്ഷ നേതാവായപ്പോ ഇപ്പൊ മൂപ്പര് പറഞ്ഞെന്ന് വെച്ചാൽ പ്രതിപക്ഷ ഉപനേതാവിനെ ഞാൻ തീരുമാനിക്കുന്നു. എടോ, കാരണഭൂതം അറിയാഞ്ഞിട്ട് ചോദിക്കുകയാണ്. പിന്നെ എന്തിനാ അപ്പം ഗോവിന്ദനെയും ഈ TP രാമകൃഷ്ണനൊക്കെ വേഷം കെട്ടിച്ചത് CPI ആയിട്ട് ചർച്ച ചെയ്യാൻ? നേരത്തെയാണ് തീരുമാനിച്ച പറയുന്നു. മൂപ്പര് കഴിഞ്ഞ ദിവസം പറഞ്ഞത് CPIക്ക് പ്രതിപക്ഷ നേതൃസ്ഥാനം നമ്മൾ കൊടുക്കില്ല. ഞാനാണ് കത്ത് കൊടുക്കേണ്ടത്, ഞാനാണ് സ്പീക്കർക്ക് കത്ത് കൊടുക്കേണ്ടത്, ഞാൻ കൊടുക്കും. ഞാൻ CPMൽ ഒരാളെ നിർദ്ദേശിക്കുള്ളൂ. ആളാരാണ് നമുക്കറിയാം. ആ ആളാരാണ്? പിണറായി വിജയന്റെ മനസ്സിലുള്ള ആള് ഇതുവരെ പുറത്തേക്ക് പ്രകടിപ്പിച്ചിട്ടില്ല. KN ബാലഗോപാലൊക്കെ സ്വപ്നം കണ്ടിരിക്കുകയാണ് ഉപനേതൃസ്ഥാനം മരുവനാണെന്ന്. എന്താ സംശയം? മരുവനെ ഉപനേതൃസ്ഥാനത്തേക്ക് പിണറായി എപ്പോഴേ മനസ്സിൽ നിശ്ചയിച്ചതാണ്. അപ്പം പിന്നെ ബിനോയ് വിശ്വം ഉപനേതൃസ്ഥാനം നമ്മുടെ CPIക്കാർക്ക് കൊടുക്കണം എന്ന് പറഞ്ഞാൽ പിണറായി സമ്മതിക്കൂ? അതായത് ഒരു കൂട്ടായ്മ വേണ്ടേ? അതിനെപ്പറ്റി ചർച്ച ചെയ്യാന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 2-3 മാസമായി ഇടതുപക്ഷ മുന്നണിയുടെ കൺവീനർ TP രാമകൃഷ്ണൻ, CPMന്റെ സംസ്ഥാന സെക്രട്ടറി നമ്മുടെ MV ഗോവിന്ദൻ, ഇവരൊക്കെ CPI നേതാക്കന്മാരുമായി ചർച്ച നടത്തുകയാണ്. നമ്മളൊരു സമവായത്തിലെത്താം. പക്ഷെ കാരണബോധം കണ്ണുരുട്ടാണ്. നിങ്ങൾ ചർച്ച നടത്തണം, ഞാൻ തീരുമാനിക്കുന്നു. ഇയാൾക്ക് ഭ്രാന്താണ്, നട്ടഭ്രാന്ത് അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ. ഒരു ഓണത്തിന്റെ തലേന്ന് മൂപ്പര് ഒന്ന് പറയാണല്ലോ, ഞാൻ കൊടുക്കൂല. ഇവന്റെ തറവാട്ട് വകയാണല്ലോ ഈ സാധനങ്ങളൊക്കെ. ഇതെന്നാടോ നിങ്ങൾ നന്നാകാൻ പോണ്? അല്ലെങ്കിൽ ഈ പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം എന്ന് പറഞ്ഞാൽ ഇത് വലിയ ഒരു ആനക്കാര്യൊന്നല്ല. പക്ഷെ CPIക്ക് ന്യായമായി ആവശ്യപ്പെടാം. കഴിഞ്ഞ പ്രാവശ്യം 26 സീറ്റാണ് CPMന് കിട്ടിയത്. 8 സീറ്റ് CPIക്കും കിട്ടി എന്ന് പറഞ്ഞാൽ മത്സരിച്ച സ്ഥാനാർത്ഥികൾ വിജയിച്ചതിന്റെ അനുപാതം നോക്കിയാൽ ഏറ്റവും മികച്ച വിജയം CPIക്കാണ്. അതിന്റെ ശതമാനക്കണക്ക് നോക്കിയാൽ ഇത് 13 മന്ത്രിമാര് തോറ്റ്, ഈ പറയുന്ന 50ഓളം MLA തോറ്റ് ആകെ നാണക്കേടായി. എന്നിട്ട് ഇപ്പൊ പറയണം CPIക്ക് കൊടുക്കില്ല. അപ്പോഴാണ് സത്യമൊകേരി കഴിഞ്ഞ ദിവസം പിണറായി വിജയൻ അതിനിശ്ചിതമായി വിമർശിച്ചുകൊണ്ട് ജനയുഗത്തില് ലേഖനം എഴുതിയത്. ചുരുക്കി പറഞ്ഞാലേ തമ്മിൽ തല്ല് ഈ 100 ദിവസത്തിനുള്ളിൽ CPIയും CPMും തമ്മിലുള്ള തല്ല്, ആ തല്ല് ഒരു ഭാഗത്ത് കിടക്കുമ്പോഴാണ് തമ്മിലടിയുടെ 100-ാം ദിനം. ഇവരുടെ സ്വന്തം കാര്യമാണ്. ഇവരുടെ CPI CPM തല്ല്. അതല്ലാതെ കോൺഗ്രസിൽ എന്ത് തല്ല്, അല്ലെങ്കിൽ UDFൽ എന്ത് തല്ല്? ഇവര് സ്വപ്നം കാണുകയാണ്. അവിടെ ഭയങ്കര പ്രശ്നമാണ്. അവിടെ ലിജു മറ്റേ ബീവറേജസ് സംഭവമായിട്ട് ബന്ധപ്പെട്ടിട്ട് സതീശനായിട്ട് ഉടക്ക്. അത് കഴിഞ്ഞിട്ട് അതിനുശേഷം മറ്റേ സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ തർക്കം, മറ്റേ റോജി M ജോണും മുരളിയായിട്ടുള്ള തർക്കം. ഇവരിങ്ങനെ സ്വപ്നം കാണുകയാണ്. അതായത് ഈ 2 കാലിലും മന്തുള്ള ആള് ഒറ്റക്കാലില് പെരുവിരലിൽ മന്തുള്ള ആളെ ചൂണ്ടിക്കാട്ടി പറയണം, മന്ദ. ഇമാതിരി മന്ദന്മാരാണ് ഈ പറയുന്ന CPM. ഞാൻ വെറുതെ പറയില്ലെന്ന്. ഒരു തിരുവോണ ദിവസം വന്നുകാണ്ടി ഇനിയും ഇങ്ങനെ പൊലയാട്ട് പറയാൻ വിഷമുണ്ട്. പക്ഷെ ഇവരുടെ കാട്ടിക്കൂടിയ തെമ്മാടിത്തം കണ്ടോ? എല്ലാ തകരാറും, എല്ലാ തോന്നിയാസവും, എല്ലാ തെമ്മാടിത്തവും ചെയ്തിട്ട് എന്നിട്ട് അങ്ങോട്ട് കൈകൊണ്ടുകയാണ്. അവിടെയാ പ്രശ്നം. സ്വന്തം പ്രശ്നം സ്വന്തം പാർട്ടിയിലെ സ്വന്തം മുന്നണിയിലെ പ്രശ്നം പരിഹരിക്കാൻ ഇവർക്ക് ആകില്ല. എന്നിട്ട് അവിടെ കുഴപ്പം. എന്താടോ നന്നാവാത്തത്? എന്താ നന്നാവാത്തത്? നിങ്ങളെ കൊണ്ട് മടുത്തിരിക്കുകയാണ്. നമ്മുടെ മുകുന്ദേട്ടൻ M മുകുന്ദൻ, മലയാളികളുടെ പ്രിയപ്പെട്ട സാഹിത്യകാരനായ M മുകുന്ദൻ ഇക്കാലം അത്രയും പിണറായിക്കൊപ്പമായിരുന്നു. പിണറായി ചെയ്ത എല്ലാ തോന്നിയാസങ്ങളെയും ഒരു പരിധിവരെ മുകുന്ദേട്ടൻ എന്ത് ചെയ്തിരുന്നു? അതിനെ ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ അതിനെയൊക്കെ എന്താ പറയാ അനുമോദിക്കുകയും
അതിനെയൊക്കെ ആശംസിക്കുകയൊക്കെ ചെയ്ത മുകുന്ദേട്ടനാണ്. അപ്പോഴൊക്കെ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട സാഹിത്യകാരനായ മുകുന്ദനോട് ഒരുപാട് വിയോജിപ്പ് തോന്നിയിരുന്നു. പക്ഷെ ഇപ്പോഴാ എം മുകുന്ദൻ പറഞ്ഞിരിക്കുന്നു, തോന്നിയാസാണ് നടക്കുന്നത്. തോന്നിയാസം ഇന്ന് മാതൃഭൂമി പത്രത്തിന്റെ വാർത്തയുണ്ട്, ഞാൻ പറയാം, അത് ഞാൻ മറ്റൊരു വീഡിയോയിൽ പറയാം. അപ്പൊ ചുരുക്കി പറഞ്ഞു, നേരത്തെ സച്ചിദാനന്ദൻ നേരത്തെ തന്നെ പോയി എന്ന് പറഞ്ഞാൽ സാംസ്കാരിക പ്രവർത്തകർ ഒക്കെ പോയി. സാംസ്കാരിക പ്രവർത്തകർ ഇവരുടെ കൂട്ടത്തുനിന്ന് പോയി, സാമൂഹ്യ പ്രവർത്തകർ പോയി, എല്ലാവരും പോയി. അവസാനം ഈ പറയുന്ന അമ്മായിയച്ഛനും മരുവനും ഓരുടെ തോന്നിയാസം തെമ്മാടിത്തം ഇപ്പോഴും തുടരുകയാണ്. ഇങ്ങനൊരു പാർട്ടി ലോകത്ത് വേറെ ഉണ്ടാവില്ല കേട്ടോ. അല്ല, നിങ്ങൾ ഇതാണ് ഏറ്റവും വലിയ രസം. മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്ത് മന്ത്രിമാർ, വകുപ്പുകളിൽ അനാവശ്യമായി സതീശൻ ഇടപെടുന്നതിൽ മന്ത്രിമാർക്ക് കടുത്ത എതിർപ്പ്. UDF സർക്കാർ 100 ദിനം പിന്നിടുമ്പോൾ നാണക്കേടായി മന്ത്രിമാരുടെ തമ്മിലടി. ഇതാണ് ഇവർക്ക് കിട്ടിയ സാധനം. 100 ദിവസം പിന്നിടുമ്പോൾ UDFൽ തമ്മിലടി. ഇവിടെ അടിച്ചടിച്ച് തീരാൻ പോവുകയാണ്. അപ്പോഴാ പറയുന്നത് അവിടെ അടി. ഇവരൊക്കെ പച്ച മട്ടൽ വെട്ടിട്ട് മുതുകത്തടിച്ചോടിക്കേണ്ട കാലം എപ്പോഴേ കഴിഞ്ഞിരിക്കുന്നു. തിരുവോണ ആശംസകൾ നേരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്, അല്ലേ? അപ്പോഴാണ് ഇവരുടെ ഈ തെമ്മാടിത്തപ്പോൾ തുടരുന്നത്. ഒന്ന് ആലോചിച്ച് നോക്ക് ഇവരുടെ ഒരു അവസ്ഥ, അല്ലേ? കൂടുതലൊന്നും പറയുന്നില്ല. ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിലാകാം. എല്ലാവർക്കും വീണ്ടും ഒരിക്കൽ കൂടി എല്ലാവർക്കും തിരുവോണ ആശംസകൾ നേരുകയാണ്. നന്ദി, നമസ്കാരം.